ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് തുരത്താൻ പറ്റുന്ന 3 കിടിലൻ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ചോറെടുക്കാം. അപ്പോൾ ഞാൻ ചോറെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടുള്ളതെന്ന് വെച്ചാൽ ബ്ലീച്ചിങ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, ബ്ലീച്ചിങ് പൗഡർ നമ്മൾ തറയും ഒക്കെ നമ്മൾ പായലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ. അതേപോലെ കറ അഴുക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഭയങ്കര ഒരു എഫക്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മളിത് ചോറിനകത്തോടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഞാനിത് ചോറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഒരു എഫക്റ്റാണ്. ഇത് ഉള്ളിൽ എലിയുടെ ഉള്ളിലാണേലും അതേപോലെ തന്നെ പെരിച്ചാഴി വലിയ എലിയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കൃഷി സ്ഥലങ്ങളിലൊക്കെ വന്ന് കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ആ എലിക്കാണേലും ഇത് ഭയങ്കര ഒരു എഫക്റ്റ് ചെയ്യും. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലീച്ചിങ് അതിൻ്റെ വയറ്റിൽ പോയിട്ട് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചത്തുപോകും കേട്ടോ. അതങ്ങ് മാളത്തിലോട്ട് പോയിരുന്നങ്ങ് ചത്തുപോകും. അത്ര നല്ലൊരു എഫക്റ്റാണ്. ഇതിനെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ബ്ലീച്ചിങ് പൗഡർ മാത്രം മതി, ഇതിനകത്ത് വേറൊന്നും ചേർക്കണ്ട. പിന്നെ നമുക്കൊരു മണത്തിന് വേണ്ടിയിട്ട്, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തതാണ്. വറുത്ത തേങ്ങയ്ക്ക് നല്ലൊരു മണമാണ്. അത് ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വറുത്ത തേങ്ങ ഇല്ല എങ്കിൽ പച്ച തേങ്ങയോ ശർക്കരയോ ബിസ്ക്കറ്റോ റസ്കോ എന്താണേലും മതി. അപ്പം നമ്മൾ വെച്ച് കൊടുത്തത് റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഇത്രയും മാത്രം മതി. നമുക്കിനി പേപ്പറിനകത്തോട്ട് തട്ടിയിട്ടിട്ട് നമ്മളെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത പാത്രത്തിനകത്തോട്ടാക്കിയോ അതല്ലെങ്കിൽ ഇതേപോലെ പിടി പിടിച്ചിട്ട് വേണം ഇങ്ങനെ വേണേലും വെച്ച് കൊടുക്കുക. എലി വരുന്ന പെരിച്ചാഴി വരുന്ന സ്ഥലത്ത്, അതേപോലെ പല്ലി വരുന്ന സ്ഥലത്ത് അതെല്ലാം വെച്ച് കൊടുക്കുക. കാരണം ഒരു പല്ലി ഒരെണ്ണം കഴിച്ചാൽ മതി. അതിൽ നിന്നൊരു ചോറ് അതിൻ്റെ ഉള്ളിൽ പോയാൽ മതി, എന്തായാലും ചത്തുപോകും. അപ്പം ബ്ലീച്ചിങ് വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ വേണ്ട. ഇത് മാത്രം മതി. എത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിന്. ഇത് നമുക്ക് പെരിച്ചാഴിയുടെ പൊത്തിനകത്ത് ആ ഭാഗത്ത് കൊണ്ട് വെച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് രാത്രി സമയത്ത് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം രാത്രിയാണല്ലോ അത് കൂടുതലും വരുന്നത് പെരിച്ചാഴിയൊക്കെ. അതേപോലെ അകത്ത് ഇതിൽ നിന്ന് കുറച്ച് ചോറ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അകത്ത് എലി ശല്യം ഉണ്ടെങ്കിൽ അത് കഴിച്ചുകൊണ്ട് പോകും. അതല്ലെങ്കിൽ പല്ലി ശല്യം ഉണ്ടെങ്കിൽ പല്ലി പാറ്റയൊക്കെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതോരോ ചോറ് വിഴുങ്ങുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പാറ്റ ഗുളിക വാഷ് ബേസിൻ്റെ സിങ്കിലൊക്കെ ഓരോന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ ചെറിയ പ്രാണികൾ ആ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓരോ പാറ്റ ഗുളിക രാത്രി നമ്മളിതേപോലെ സിങ്കിനകത്തും അതേപോലെ തന്നെ വാഷ് ബേസിൽ ഇട്ട് കൊടുക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കടുക് വെച്ചിട്ടാണ്. ഇതൊരു നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കടുക് മാത്രം മതി. പിന്നെ ഇതിനകത്തോട്ട് വേണ്ടതെന്ന് വെച്ചാൽ പൗഡറാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. കുറച്ച് കടുക് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചതച്ചെടുക്കുമ്പോഴാണല്ലോ ആ കടുകിൻ്റെ ഒരു എഫക്റ്റ് അതിനകത്ത് കിട്ടുക. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. നല്ലോണം ചതഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പം ഈ ഒരു കടുക് ചതച്ച വെള്ളം നമ്മൾ സിങ്കിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ നമ്മളിത് ഒന്ന് തിളപ്പിക്കും കേട്ടോ. നല്ലോണം തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു എസൻസൊക്കെ അതിനകത്ത് ഇറങ്ങിക്കിട്ടും. അതിനുശേഷം നമ്മൾ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുവേ. അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും നമ്മൾ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിങ്കിലെ ബ്ലോക്കൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. കാരണം കടുക് വെള്ളമാണല്ലോ, അത് ബ്ലോക്ക് പെട്ടെന്ന് മാറിക്കിട്ടും. പിന്നെ പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് വരുന്ന ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കിക്കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തുനിന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം മുറ്റത്ത് ചെടിയുടെ ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇഴജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടു കേട്ടോ. കൊതുക് ശല്യം ഒഴിവാക്കിയിട്ടും. അപ്പം നമ്മുടെ ചതച്ച കടുക് ഞാൻ ചെരുവത്തിനകത്തോട്ട് ഇട്ടിട്ട് 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു എസൻസ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം. അടുപ്പത്തിരിക്കുമ്പം തന്നെ നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ പൗഡറിൻ്റെ ആ ഒരു മണം ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പം കടുകും പൗഡറും കൂടെ ചേരുമ്പോഴത്തേനും നമുക്ക് മുറ്റത്തൊക്കെ ഇത് ചെടിയുടെ ഇടയ്ക്കൊക്കെ തളിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇഴജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ആ കടുകെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് ഉണ്ടോ, പതഞ്ഞ് വരുന്നുണ്ടോ. അപ്പോൾ വേറൊരു കളറായി മാറും കേട്ടോ. ഇത് ചെറിയ മഞ്ഞ കളറായിട്ട് കിട്ടും നമുക്ക് ആ ഒരു വെള്ളം നല്ലോണം തിളച്ച് അതെല്ലാം ഇറങ്ങി കിട്ടുമ്പോഴത്തേനും കണ്ടോ. നമുക്കിതിനകത്തൊരു പൗഡർ ഇട്ട് കൊടുക്കാം.
ഇതിനകത്ത് പൗഡർ തീർന്ന് ഞാൻ വേറെ ടിന്നിലെ പൗഡർ കൂടെ കുറച്ച് തട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച് ഉണ്ടോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് അണച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മുടെ സാധാ കുപ്പിയിലോ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ അവിടെ എല്ലാം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ നമ്മൾ ഈ അരിച്ച വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. ആ അരിച്ച അരിപ്പയിൽ തന്നെ നമുക്ക് ആ ഒരു കടുകിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ സിങ്കിനകത്തൊന്ന് റബ്ബറിട്ട് കോർത്തിടുകയാണെങ്കിൽ നമുക്ക് ആ സിങ്ക് ഭാഗത്ത് വരുന്ന ആ ഒരു പല്ലി പാറ്റ ഒക്കെ ശല്യം ഒഴിവാക്കി കിട്ടും. കാരണം ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു സ്മെല്ല് പോകുന്നത് വരെ ആ കടുക് അതിനകത്തോട്ട് നമുക്ക് കൊളുത്തിയിട്ട് കൊടുക്കാം. ഉണ്ടോ, നല്ലൊരു സ്പ്രേ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ. ഉറുമ്പിൻ്റെ പൊത്തിലാണേലും അതേപോലെ പെരിച്ചാഴിയുടെ പൊത്തിലാണേലും ചെടിയുള്ള ഭാഗത്താണേലും എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുപ്പിക്കകത്ത് 1-2 ഹോളിട്ട് കൊടുത്താൽ മതി. ഈ ബാക്കിയുള്ള നമുക്ക് ആ സിങ്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ ബാത്റൂമിൻ്റെ അവിടെയൊക്കെ ബ്ലോക്ക് ആകുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ബ്ലോക്ക് മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിച്ചെടുത്ത ആ ഒരു അരിപ്പയിൽ ആ കടുകിൻ്റെ വേസ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് കൊളുത്തിയിട്ട് കൊടുക്കാം. റബ്ബർ ഇട്ടിട്ട് ഞാൻ കൊളുത്തിയിട്ട് കൊടുക്കുക. അതിൻ്റെ റബ്ബർ നമുക്ക് ആ ഭാഗത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടാപ്പിനകത്ത് നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ല് കിടക്കുന്നിടത്തോളം അവിടെ ഒന്നും തന്നെ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് കൊളുത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് കാണിച്ച ഈ 3 ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കാരണം നല്ലൊരു എഫക്റ്റുള്ള കാര്യമാണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബ്ലീച്ചിങ്ങിൻ്റെ ടിപ്സ് ആരും ചെയ്ത് നോക്കിയിട്ടില്ലാത്തതാണോ ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേപോലെ നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തും കിച്ചൻ്റെ ഭാഗത്തും സിങ്കിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.